ഷാഫി പറമ്പലിന്റെ ലീഡ് 9274 വോട്ടുകൾ. ആറ്റിങ്ങലിൽ ജോയിയുടെ ലീഡ് 740. ഷാഫി ഇപ്പോ ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് 9247 9247. നോക്കൂ, ഗുജറാത്തിൽ 4 ഇടങ്ങളിൽ കോൺഗ്രസ് മുന്നേറുന്നു. യു പിയിൽ ഇന്ത്യ മുന്നണിയുടെ സമഗ്രാധിപത്യം. അമേഠിയിൽ സ്മൃതി ഇറാനി പിന്നിലാവുന്ന കാഴ്ച കാണുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മുന്നിൽ. പിന്നിൽ ഡൽഹിയിൽ സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി സ്വരാജ് പിന്നിൽ. സോമനാഥ് ഭാരതി, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സോമനാഥ് ഭാരതി മുന്നേറുന്നു. ശശി തരൂർ തിരുവനന്തപുരത്ത് 3522 വോട്ടുകൾക്ക് മുന്നിൽ. 3522 വോട്ടുകൾക്ക്. കുറ്റ്യാടി നാദാപുരം കുറ്റ്യാടി നാദാപുരം മണ്ഡലങ്ങൾ ഷാഫിക്ക് ലീഡ് നൽകിയിരിക്കുന്നു. ഷാഫി പറമ്പിലാണ് ഇപ്പോൾ വടകരയിൽ മുന്നിൽ നിൽക്കുന്നത്. തുടർച്ചയായി ലീഡ് ഉയർത്തുകയാണ് ഷാഫി പറമ്പിൽ. ആസാമിൽ കോൺഗ്രസ് 4 ഇടങ്ങളിൽ, ഗുജറാത്തിൽ കോൺഗ്രസ് 4 ഇടങ്ങളിൽ, യു പിയിൽ ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം. അജയ് റായിയുടെ മുന്നിൽ. വാരണാസിയിൽ നരേന്ദ്രമോദി 5000 വോട്ടുകൾക്ക് പിന്നിലാവുന്നു. അമേഠിയിൽ പിന്നിലാവുന്നു. ഇതാ കണക്കുകൾ വരുമ്പോൾ ലീഡ് നില കുറഞ്ഞിരിക്കുന്നു. ശശി കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ 1859 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് 1859 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ശശി തരൂരിന്റെ ലീഡ് കുറഞ്ഞു. 1358 ശശി തരൂരിന്റെ. പക്ഷെ പന്ന്യൻ രവീന്ദ്രനാണ് 2ാം സ്ഥാനത്ത് എന്ന് ഓർക്കണം. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് 1859 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് 256. ഇന്ത്യ മുന്നണി മുന്നിലേക്ക് പോകുന്നു 260. NDA 256. ഇന്ത്യ മുന്നണി മുന്നിലേക്ക് പോകുന്നു 260. നോക്കൂ നികേഷ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൽകുന്ന രാഷ്ട്രീയ സൂചന എന്താണ്? വളരെ കൃത്യമാണത്. ആ രാഷ്ട്രീയ സൂചന എന്ന് പറഞ്ഞാൽ ഒരു തരംഗവും ഇല്ല എന്ന് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു ഈ രാജ്യത്ത് എന്ന് തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 34,249 ഉയർന്നിരിക്കുന്നു. പാലക്കാട് UDF ലീഡ് 5908. അതായത് പാലക്കാട് കൂടി അട്ടിമറിയുന്നു എന്നുള്ളതാണ് സൂചന. ലഭ്യമായ വിവരമനുസരിച്ച് ഇപ്പോൾ 17 മണ്ഡലങ്ങളിലെ UDFും 2 മണ്ഡലങ്ങളിലെ മാത്രം LDFും 1 മണ്ഡലത്തില് അതായത് തൃശ്ശൂരിൽ മാത്രം NDAയും മുന്നിലെത്തി നിൽക്കുകയാണ്. തരൂരിന്റെ ലീഡ് ഇപ്പോൾ 1728 വോട്ടുകളായി കുറഞ്ഞിരിക്കുന്നു. നോക്കൂ MV നികേഷ് കുമാർ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഇതുവരെ എണ്ണിയ വോട്ടുകളിൽ 45% വോട്ടുകളും വീണിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും പെട്ടികളിലാണ്. 42% മാത്രമാണ് NDAക്ക് സ്വന്തം. 45% ഫ്രം വെരിഫൈഡ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് 45% വോട്ടുകളും ഇന്ത്യ മുന്നണിക്കൊപ്പം 42 NDAക്ക്. ആറ്റിങ്ങലിൽ വി ജോയ് ലീഡ് എടുത്തിരിക്കുന്നു 176 വോട്ടുകൾക്ക്. കോഴിക്കോട് MK രാഘവൻ 10400 വോട്ടുകൾക്ക് 10000 കടത്തിയിരിക്കുന്നു. 5 അക്കം കടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ആറ്റിങ്ങലിൽ ഇപ്പോൾ വി ജോയ് ആണ് മുന്നിൽ നിൽക്കുന്നത്. വി ജോയ് 176 വോട്ടുകൾക്ക്. കാസർകോട്ട് ഏറ്റവും പുതിയ വിവരം, MV ബാലകൃഷ്ണൻ അവിടെ 4702 വോട്ടുകൾ നേടിയപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ 6178. സുരേഷ് ഗോപിയുടെ ലീഡ് ഉയർന്നിരിക്കുന്നു 8980 വോട്ടുകൾക്ക്. സുരേഷ് ഗോപിയുടെ ലീഡ് ഉയർന്നി. അഖിലേഷ് യാദവ് മുന്നിലാണ്. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയുടെ അപ്രതീക്ഷിതമായ തേരോട്ടത്തിൽ പകച്ചു നിൽക്കുകയാണ് BJPയുടെ കോട്ടകൾ. BJPയുടെ കോട്ടകൊത്തളങ്ങളെ ഇടിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ ഇത് അതിശക്തമായ അതിശക്തമായ തേരോട്ടം. രാഹുൽ, അഖിലേഷ്, തേജസ്വി, ഇവർ 3 പേരുമാണ് സൂപ്പർ ട്രയോ. ഇവർ 3 പേരുമാണ് സൂപ്പർ ഹീറോസ്. രാഹുൽ, അഖിലേഷ്, പിന്നെ അരവിന്ദ് കെജ്രിവാൾ 4 പേരാണ് സൂപ്പർ ഹീറോസ്. മമതാ ബാനർജി 5 പേരാണ് സൂപ്പർ ഹീറോസ്. 6 സീതാറാം യെച്ചൂരി. 7 നോക്കൂ, ഓരോ മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടുവരുന്ന ഇന്ത്യയിലെ വോട്ടർമാരാണ് സൂപ്പർ ഹീറോ. ഇന്ത്യ മുന്നണിയുടെ കണക്കുകളിലേക്ക് അവർ എത്തുമോ എന്നുള്ളതാണ്. രാജസ്ഥാനിൽ കോൺഗ്രസ് 9 ഇടത്ത് ലീഡ് ചെയ്യുന്നു. BJP 13 ഇടത്ത്, CPM 1 ഇടത്ത്. കണ്ണൂരിൽ കെ സുധാകരൻ ലീഡ് ഉയർത്തുകയാണ്. 4841 വോട്ടുകൾക്ക് കെ സുധാകരൻ മുന്നിലാണ്. പത്തനംതിട്ടയിലെ ആന്റോ ആന്റണി 2889 വോട്ടുകൾക്ക് മുന്നിലാണ്. പത്തനംതിട്ടയിൽ ഇപ്പോൾ UDFനാണ്. ആന്റോ ആന്റണിക്കാണ് ലീഡ്. 2889 വോട്ടുകൾക്ക് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ മുന്നിലാണ്. കോഴിക്കോട് MK രാഘവൻ ബഹുദൂരം മുന്നിലാണ്. 10400 വോട്ടുകൾക്ക് MK രാഘവൻ മുന്നിലാണ്. കണ്ണൂരിൽ കെ സുധാകരൻ 4841 വോട്ടുകൾക്ക് മുന്നിലാണ്. ചാലക്കുടിയിൽ UDF 4371 വോട്ടുകൾക്ക് മുന്നിലാണ്. ചാലക്കുടിയിൽ UDF ആണ് മുന്നിൽ, 4371 വോട്ടുകൾ. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിലത്തെ വോട്ട് നില ഇതാണ്. തരൂരാണ് മുന്നിൽ, 17830 വോട്ടുകൾ തരൂരിന്. രാജീവിന് 16102 വോട്ടുകൾ. നികേഷ്, ഈ സമയം നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ വലിയ മുന്നേറ്റമാണ് നികേഷ്. കാരണം എന്ന് വെച്ചാൽ
അത്ഭുതകരമാണ്. യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഇറങ്ങി ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. വലിയ നേട്ടം ഉത്തർപ്രദേശിൽ ഉണ്ടാകുമെന്നാണ് ഈ പറയുന്ന എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. ഒരു സീറ്റ് പോലും കോൺഗ്രസിനോ എസ് പിക്കോ പ്രവചിക്കാത്തത് ഞാൻ ഉത്തർപ്രദേശിലെ 30 സീറ്റുകൾ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് കിട്ടുമെന്നാണ്. അതിനേക്കാൾ കൂടുതൽ പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. മാവേലിക്കരയിലെ അരുൺകുമാർ ലീഡ് ചെയ്യുന്നത് 788 വോട്ടുകൾക്കാണ്. 788 വോട്ടുകൾക്ക് മാവേലിക്കരയിൽ അരുൺകുമാർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ UDFന്റെ നില 4120 ലീഡായി ഉയർന്നിരിക്കുന്നു. 4120 വോട്ടുകൾ. പാലക്കാട് UDF ഇപ്പോൾ പാലക്കാട് UDF 7229 ലീഡ് ഉയർത്തിയിരിക്കുന്നു. ശശി തരൂരിന്റെ ലീഡ് 1270 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. പാലക്കാട് UDF തിരികെ പിടിക്കുകയാണ് പ്രേക്ഷകരെ. 7229 വോട്ടുകൾക്ക് പാലക്കാട് UDF ലീഡ് ചെയ്യുന്നു. തൃശൂരിൽ ഇപ്പോൾ സുനിൽകുമാർ 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. ഇടുക്കിയിൽ ഡീനിന്റെ ഭൂരിപക്ഷം 400,000 അടുക്കുന്നു. 23,378. കണ്ണൂരിൽ കെ സുധാകരന്റെ ലീഡ് ഉയരുന്നു. 6013 വോട്ടുകൾക്ക് കെ സുധാകരൻ ലീഡ് ചെയ്യുന്നു. 1270 വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് ശശി തരൂർ ലീഡ് ചെയ്യുന്നു. അമേഠിയിൽ 3916 വോട്ടിന് സ്മൃതി ഇറാനി പിന്നിൽ. നോക്കൂ, 3916. അമേഠി ബാക്ക് ടു കോൺഗ്രസ്. അമേഠിയിൽ സ്മൃതി ഇറാനി പിന്നിലാവുന്നു. വാരണാസിയിൽ സാക്ഷാൽ നരേന്ദ്രമോദി പിന്നിലാവുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 6000 വോട്ടുകൾക്ക് പിന്നിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്. ഗുജറാത്തിൽ, അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുജറാത്തിൽ 24 സീറ്റിൽ BJP ലീഡ് ചെയ്യുമ്പോൾ 2 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ലീഡ് 6482. രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ ലീഡ് ചെയ്യുന്നത് 41,397 വോട്ടുകൾക്ക്, അതായത് 50,000-ലേക്ക്